ഗ്രീഷ്മയെ പുനരധിവസിപ്പിക്കേണ്ടതും മാനസാന്തരപ്പെടുത്തേണ്ടതും അല്ല സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. പകരം ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത ഈ ഒരു പ്രതിയെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിയിട്ടാണ് ഷാരോൺ വധക്കേസ് അവസാനിപ്പിക്കേണ്ടത്. കാരണം ഷാരോൺ എന്ന വ്യക്തി അനുഭവിച്ചത് അത്രയധികം വേദനയായിരുന്നു. ആന്തരിക അവയവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പൊള്ളി, അദ്ദേഹം വളരെ വേദനിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ഇവരെ പുനരധിവസിപ്പിച്ചിട്ട് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലൊരു റിലേഷൻ അല്ലെങ്കിൽ പ്രണയബന്ധം തുടങ്ങിയത്, എന്ത് ബന്ധമായിക്കോട്ടെ തുടങ്ങിയിട്ട് അതിലൊരാൾക്ക് വേണ്ടാന്ന് തോന്നും, മറ്റേ കൂടി അത് അവസാനിപ്പിക്കാൻ റെഡി ആയിരിക്കണം. ഇവിടെ ഷാരോണ് ഗ്രീഷ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും പുറകെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ഒരാൾക്ക് നിങ്ങളെ വേണ്ടാന്ന് പറയുന്നത് അത് നിങ്ങളെ വേണ്ടാന്നിട്ട് തന്നെയായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ ഒഴിവാക്കാനുള്ള പല മാർഗ്ഗങ്ങളും തേടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് റിലേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒന്നിച്ച് തുടർന്ന പോലെ തന്നെ ഒന്നിച്ച് അവസാനിപ്പിക്കാനുള്ള പക്വത എങ്ങും കാണിക്കണം. ഏതൊരു ബന്ധവും നിങ്ങളുടെ സമ്പാദ്യത്തെ തൊടുന്ന രീതിയിലും അതുപോലെ നിങ്ങളുടെ സ്വകാര്യതയെ തൊടുന്ന രീതിയിലുള്ളതായിരിക്കരുത്. സന്തോഷത്തിനെടുത്തിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാവും, അതൊക്കെ പിന്നീട് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം, നിങ്ങളുടെ സാമ്പത്തികവും ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പാഠം നമ്മൾ എപ്പോഴും ഒരു കേസിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്.